കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ് പരമ ഏകാദശി. അധിക മാസത്തിൽ വരുന്ന ഏകാദശിയാണ്. 3 വർഷത്തിലൊരിക്കലാണ് ഈ അധിക മാസം വരുന്നത്. അധിക മാസത്തെപ്പറ്റി നമ്മൾ മുമ്പുള്ള വീഡിയോകളിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും അത് പറഞ്ഞ് സമയം കളയുന്നില്ല. ഈ മാസത്തെ പുരുഷോത്തമ മാസം എന്നാണ് അറിയപ്പെടുന്നത്. ഈ മാസം ഭഗവാൻ മഹാവിഷ്ണുവിന് സമർപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ വൈശാഖ മാസം മുതൽ നമ്മൾ ഓരോ ദിവസവും ഭാഗവതം കഥാരൂപത്തിൽ പറഞ്ഞു പോരുന്നത്. ഈ പുരുഷോത്തമ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് പരമ ഏകാദശിയായി അറിയപ്പെടുന്നത്. 3 വർഷത്തിലൊരിക്കലാണ് നമുക്ക് ഇങ്ങനെയൊരു ഏകാദശി ആചരിക്കാൻ സാധിക്കുന്നത്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2026 ജൂൺ മാസം 11-ാം തീയതി അതികാലെ 12:57 മുതൽ 11-ാം തീയതി രാത്രി 10:36 വരെയാണ്. അതുകൊണ്ട് തന്നെ പരമ ഏകാദശിയായി നമ്മൾ ആചരിക്കുന്നത് 2026 ജൂൺ മാസം 11-ാം തീയതി വ്യാഴാഴ്ചയാണ്. ഈ ഏകാദശി പുരുഷോത്തമ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി നമ്മൾ ആചരിക്കുന്നതിൻ്റെ ഫലസിദ്ധി എന്ന് പറയുന്നത് മോക്ഷം മാത്രമല്ല. പൊതുവെ ഏകാദശികളെല്ലാം ആചരിക്കുന്നത് മോക്ഷത്തിനു വേണ്ടിയിട്ടാണ്. എങ്കിലും ഈ ഏകാദശിക്ക് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുബേര ഭഗവാന്റെ അപാരമായ അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്നും സാമ്പത്തികമായി നമുക്ക് നല്ല ഉയർച്ചയുണ്ടാകുന്നു എന്നുമാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വ്യാഴഗ്രഹത്തിൻ്റെ പ്രീതി ലഭിക്കേണ്ടുന്നതായ എല്ലാ ജനങ്ങളും, എല്ലാ നക്ഷത്രക്കാരും എന്തു ചെയ്യണം? ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കണം. അങ്ങനെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കുബേരദേവൻ്റെ അപാരമായ അനുഗ്രഹം ലഭിക്കുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തില്ല എന്നുമാണ് വിശ്വാസം. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും എന്ന് മാത്രമല്ല, സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും. ഏകാദശിയുടെ കഥ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഏകാദശി ദിവസവും അതുപോലെ തന്നെ ഏകാദശിയുടെ പാരണാസമയത്തും കഥ പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തന്നെ ഓരോ ഏകാദശിയുടെയും കഥ നമ്മളെല്ലാവരും നിർബന്ധമായും അറിയണം. ഈ ഏകാദശിയുടെ കഥ എന്ന് പറയുന്നത് പണ്ട് ഒരു ബ്രാഹ്മണൻ, സുമേധൻ എന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയാണ് പവിത്ര. ഈ സുമേധനും പവിത്രയ്ക്കും വലിയ ദാരിദ്ര്യമായിരുന്നു. അവരെന്തൊക്കെ ചെയ്തിട്ടും അവരുടെ ദാരിദ്ര്യം അങ്ങോട്ട് മാറുന്നില്ല. അങ്ങനെ സുമേധൻ ഒരിക്കൽ ഭാര്യയായ പവിത്രയോട്, നാട് വിട്ട് നമുക്ക് പോകാം, ഈ നാട്ടിൽ നിന്നാൽ നമുക്ക് ഒരു അഭിവൃദ്ധിയും ഉണ്ടാകത്തില്ല, മറ്റേതെങ്കിലും നാട്ടിലേക്ക് നമുക്ക് പോകാം എന്ന നിലയിൽ സംസാരിക്കുന്നു. പക്ഷേ പവിത്ര അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അവർ കൗണ്ഡില്യ എന്ന മഹർഷിയെ കാണാനിടയാകുന്നു. കൗണ്ഡില്യ എന്ന മഹർഷിയോട് തങ്ങളുടെ ഈ ദാരിദ്ര്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഭക്തിയോടുകൂടി ക്ഷമയോടുകൂടി ഈ പുരുഷോത്തമ മാസത്തിലെ പരമ ഏകാദശി കൃത്യമായി അനുഷ്ഠിച്ചു കൊള്ളുക. അങ്ങനെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുബേര ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും എന്ന് പറയുന്നു. അങ്ങനെ ഈ സുമേധൻ എന്ന ബ്രാഹ്മണനും പവിത്ര എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഈ ഏകാദശി ദിവസം ഉപവസിച്ച് നാമം ജപിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് കുബേര ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും അവർക്ക് എല്ലാ വിധത്തിലുള്ള സമ്പത്തുകളും പ്രദാനം ചെയ്തു എന്നാണ് വിശ്വാസം. പിന്നീട് കുബേര ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ച സമ്പത്ത് ഉപയോഗിച്ച്
അല്ലലില്ലാതെ ദാരിദ്ര്യമില്ലാതെ അവർ ജീവിച്ചു എന്ന് മാത്രമല്ല, ആ സമ്പത്ത് കൊണ്ട് അവർ ഒരുപാട് ദാനധർമ്മങ്ങളും നടത്തി. അതുകൊണ്ട് തന്നെ അവരുടെ മരണശേഷം അവർക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്തു. ഇതാണ് ഈ പരമ ഏകാദശിയുടെ കഥ. ഈ കഥ ഏകാദശി ദിവസം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പാരണാ സമയത്തും ഈ കഥ പറഞ്ഞ് കുബേര ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കണമേ, മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതുപോലെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന മറ്റൊരു സമയമാണ് ഹരിവാസര സമയമെന്ന് പറയുന്നത്. ഈ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം ഈ സമയത്തെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് വിശ്വാസം. 11-ാം തീയതി വൈകുന്നേരം ഏകദേശം 5 മണിയോടുകൂടി ഹരിവാസര സമയം ആരംഭിക്കും. ജൂൺ മാസം 12-ാം തീയതി അതികാലെ 3:51 സമയം അവസാനിക്കുകയും ചെയ്യും. അതായത് 11-ാം തീയതിയാണ് ഏകാദശി. അന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി ആരംഭിക്കുന്ന ഹരിവാസര സമയം 12-ാം തീയതി അതികാലെ 3:51 അവസാനിക്കുകയും ചെയ്യും. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് പാരണാ സമയമാണ്. പാരണാ സമയം പല സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഏകാദശിക്കും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ അവരവരുടെ സ്ഥലത്തെ പാരണാ സമയം അനുസരിച്ചിട്ട് വേണം പാരണ വീടേണ്ടത്. പാരണ വീടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഏകാദശി അവസാനിപ്പിക്കുന്നതിനെയാണ് പാരണ വീടുക എന്ന് പറയുന്നത്. വീട്ടിലിരുന്നാണ് നിങ്ങൾ പാരണ വീടുന്നതെങ്കിൽ പ്രാർത്ഥിക്കുക, വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക, ഭഗവാന് എന്തെങ്കിലും പ്രസാദം സമർപ്പിക്കുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, കഥ പറഞ്ഞ് പ്രാർത്ഥിക്കുക. കഥ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഏകാദശി പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് വിശ്വാസം. അതുകൊണ്ട് കഥ പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം. ഈ പാരണാ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ പാരണ വീടുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഏകാദശിയുടെ ഫലം പൂർണ്ണമായും നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഏകാദശി ദിവസം നമ്മൾ എന്തു ഭക്ഷിച്ചാലും അത് ഭഗവാന് സമർപ്പിച്ചിട്ട് ഭഗവാന്റെ പ്രസാദമായിട്ട് വേണം സ്വീകരിക്കേണ്ടത്. ഏകാദശി ദിവസം ഒരു തരത്തിലുള്ള ധാന്യങ്ങളും നമ്മൾ ഉപയോഗിക്കരുത്. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ ഇവയൊക്കെ തന്നെ ധാരാളമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ അരി, ഗോതമ്പ്, റാഗി, തിന, ഓട്സ്, ബാർലി ഇങ്ങനെയുള്ള യാതൊരു സാധനങ്ങളും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ചൊവ്വരി നമുക്ക് ഉപയോഗിക്കാം, നിലക്കടല, കപ്പലണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഉപവസിക്കാം, ജലം മാത്രം കുടിച്ചിരിക്കാം, പാലും പഴങ്ങളും കഴിച്ചിരിക്കാം, പഴങ്ങൾ മാത്രം കഴിച്ചിരിക്കാം, പാല് മാത്രം കുടിച്ചിരിക്കാം, തുളസി തീർത്ഥം സേവിച്ചിരിക്കാം. എങ്ങനെയാണോ നമ്മുടെ ആരോഗ്യസ്ഥിതി അതനുസരിച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം തുളസിപ്പൂക്കൾ നുള്ളുന്നതിനെ പറ്റിയിട്ടാണ്. തുളസി ഇലകൾ ഒരു കാരണവശാലും ഏകാദശി ദിവസവും അതുപോലെ തന്നെ മഹാദ്വാദശി ദിവസവും നുള്ളാൻ പാടുള്ളതല്ല. ദശമി ദിവസം തുളസിപ്പൂക്കൾ എടുത്തു വെക്കുക, വെള്ളം തളിച്ച് സൂക്ഷിച്ചു വെക്കുക. ആ പൂക്കൾ വേണം ഏകാദശിക്കും മഹാദ്വാദശിക്കും ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഏകാദശി ദിവസവും മഹാദ്വാദശി ദിവസവും തുളസി ഇലകൾ നുള്ളാൻ പാടുള്ളതല്ല. കാരണം അന്ന് ദേവിയെ ശല്യപ്പെടുത്തരുത്, ദേവി വ്രതത്തിലാണ്. ഇനി നമുക്ക് പാരണാ സമയം നോക്കാം. 11-ാം തീയതി വ്യാഴാഴ്ച ഏകാദശി, 12 പാരണ. കേരളത്തിൽ രാവിലെ 6:04 മുതൽ 10:16 വരെ. തമിഴ്നാട് 5:42 മുതൽ 10 മണി വരെ. കർണാടക 5:53 മുതൽ 10:11 വരെ. ആന്ധ്രാപ്രദേശ് 5:45 മുതൽ 10:03 വരെ. തെലങ്കാന 5:41 മുതൽ 10:05 വരെ. ഒറീസ 5:06 മുതൽ 9:33 വരെ. മധ്യപ്രദേശ് 5:34 മുതൽ 10:05 വരെ. ഗോവ 6:04 മുതൽ 10:24 വരെ. മഹാരാഷ്ട്ര 6 മണി മുതൽ 10:26 വരെ. ഉത്തർപ്രദേശ് 5:07 മുതൽ
9:41 വരെ. ഹരിയാന 5:20 മുതൽ 10:02 വരെ. ഗുജറാത്ത് 6:03 മുതൽ 10:34 വരെ. ബീഹാർ 4:58 മുതൽ 9:32 വരെ. പഞ്ചാബ് 5:25 മുതൽ 10:09 വരെ. ഹിമാചൽ പ്രദേശ് 5:17 മുതൽ 10 മണി വരെ. രാജസ്ഥാൻ 5:32 മുതൽ 10:09 വരെ. പഞ്ചാബ് 5:25 മുതൽ 10:09 വരെ. ഡൽഹി 5:23 മുതൽ 10:02 വരെ. ഹിമാചൽ പ്രദേശ് 5:17 മുതൽ 10 മണി വരെ. കാശ്മീർ 5:22 മുതൽ 10:08 വരെ. ജാർഖണ്ഡ് 5:02 മുതൽ 9:33 വരെ. ഉത്തരാഖണ്ഡ് 5:15 മുതൽ 9:57 വരെ. ആസാം 4:30 മുതൽ 9:05 വരെ. വെസ്റ്റ് ബംഗാൾ കൽക്കട്ട 4:51 മുതൽ 9:21 വരെ. ഡെറാഡൂൺ 5:15 മുതൽ 9:57 വരെ. ഛത്തീസ്ഗഡ് 5:19 മുതൽ 10:02 വരെ. വിശാഖപട്ടണം 5:22 മുതൽ 9:45 വരെ. പോണ്ടിച്ചേരി 5:46 മുതൽ 10:02 വരെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 4:55 മുതൽ 9:11 വരെ. ഇനി ദുബായ് 5:29 മുതൽ 10:02 വരെ. അബുദാബി 5:33 മുതൽ 10:05 വരെ. ബഹ്റിൻ 4:45 മുതൽ 9:20 വരെ. കുവൈറ്റ് 4:48 മുതൽ 9:28 വരെ. സൗദി അറേബ്യ 5:04 മുതൽ 9:37 വരെ. ദോഹ 4:43 മുതൽ 9:17 വരെ. ഷാർജ 5:27 മുതൽ 10:01 വരെ. ഒമാൻ 5:19 മുതൽ 9:51 വരെ. നേപ്പാൾ 5:07 മുതൽ 9:45 വരെ. സ്കോട്ട്ലൻഡ് US 5:41 മുതൽ 10:06 വരെ. UK മാഞ്ചസ്റ്റർ 4:40 മുതൽ 10:19 വരെ. ജർമ്മനി 4:43 മുതൽ 10:19 വരെ. ലിബിയ 5:58 മുതൽ 10:44 വരെ. നൈജീരിയ 6:11 മുതൽ 10:23 വരെ. ഇറ്റലി 5:34 മുതൽ 10:38 വരെ. സൗത്ത് ആഫ്രിക്ക 7:48 മുതൽ 11:07 വരെ. അമേരിക്ക ന്യൂയോർക്ക് 5:24 മുതൽ 10:06 വരെ. കാനഡ 5:14 മുതൽ 10:06 വരെ. ജോർദാൻ US 5:29 മുതൽ 9:06 വരെ. അയർലൻഡ് 4:57 മുതൽ 10:36 വരെ. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ 5:07 മുതൽ 7:06 വരെ. സാൻ ഫ്രാൻസിസ്കോ US 5:47 മുതൽ 7:06 വരെ. മാൾട്ട US 5:10 മുതൽ 8:06 വരെ. മാൾട്ട US 5:10 മുതൽ 8:06 വരെ. അറ്റ്ലാന്റ US 6:26 മുതൽ 10:06 വരെ. അർമേനിയ 5:32 മുതൽ 10:32 വരെ. സിംഗപ്പൂർ 6:59 മുതൽ 11:03 വരെ. മാലദ്വീപ്സ് 5:55 മുതൽ 10:02 വരെ. മലേഷ്യ 7:04 മുതൽ 11:10 വരെ. ജോർജിയ 5:26 മുതൽ 10:29 വരെ. ഓസ്ട്രേലിയ 7:03 മുതൽ 10:24 വരെ. റഷ്യ 3:45 മുതൽ 9:35 വരെ. ഫിലിപ്പൈൻസ് 6:21 മുതൽ 9:46 വരെ. സ്വീഡൻ 3:33 മുതൽ 9:43 വരെ. ഫിൻലാൻഡ് 3:56 മുതൽ 10:12 വരെ. ഓസ്ട്രേലിയ അഡലേഡ് 7:51 മുതൽ 10:37 വരെ. ഉഗാണ്ട 6:45 മുതൽ 10:48 വരെ. ഇസ്രായേൽ 5:33 മുതൽ 10:17 വരെ. സാംബിയ 6:30 മുതൽ 10:14 വരെ. UK നോട്ടിംഗ്ഹാം 4:39 മുതൽ 10:16 വരെ. ഇനി 12-ാം തീയതി ഏകാദശിയും 13-ാം തീയതി പാരണ വീടുന്നതുമായ 2 സ്ഥലങ്ങളുണ്ട്. അതിലൊന്ന് ചൈനയാണ്. ചൈനയിൽ 12 ഏകാദശി 13 പാരണ. 13-ാം തീയതി രാവിലെ 4:36 മുതൽ
9:31 വരെ. മറ്റൊരു സ്ഥലം ന്യൂസിലാൻഡാണ്. ന്യൂസിലാൻഡിലും 12 ഏകാദശി 13 പാരണ 13-ാം തീയതി രാവിലെ 7:44 മുതൽ 10:49 വരെയാണ്. ഈ സമയത്താണ് നമ്മൾ നമ്മുടെ ഏകാദശി അവസാനിപ്പിക്കേണ്ടത്. പരമാവധി സമയം നാരായണ നാമം ജപിക്കുക. ഓം ത്രിവിക്രമായ നമ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. ഓം പുരുഷോത്തമായ നമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ത്രിമധുരം ഭഗവാന് സമർപ്പിക്കുന്നത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. നാമം ജപിക്കുക, ഭഗവാനെ സ്നേഹിക്കുക. ഭാഗവതത്തിലെ കഥകൾ എല്ലാ ദിവസവും നമ്മൾ മാധവത്തിലൂടെ പറയുന്നുണ്ട്. എല്ലാവരും ഒരു 10-20 മിനിറ്റ് എല്ലാ ദിവസവും ഭഗവാന്റെ കഥകൾ കേൾക്കാനായി മാറ്റിവെക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.